പറഞ്ഞോ. നമസ്കാരം. ഈ വർഷത്തെ ഏറ്റവും നല്ല കോമഡി ആർട്ടിസ്റ്റുള്ള അവാർഡ് നേടിയെന്ന് ഞാൻ സ്വപ്നം കണ്ട പ്രിയപ്പെട്ട എന്നെ സുഹൃത്ത്. അത് മാത്രമല്ല സഫലമാവട്ടെ. പിന്നെ വേറെ അത് മാത്രമല്ല പിന്നെ ഒരു കാര്യം, ഈ ജോഡി ഇതേക്കടെ ബമ്പർ ചീരിലൊക്കെ ഒരു സ്കിറ്റ് കണ്ടിട്ടുണ്ടോ? ചേച്ചി ചേച്ചി മടുത്തു എന്ന് വെച്ചാൽ ഞാനിപ്പോ തെറ്റിദ്ധരിച്ചു. ഏത് തുണ്ട് തുരുമ്പിൽ നോക്കിയാൽ രണ്ടുപേരും ജോഡി. അല്ല അവിടെയൊക്കെ നോക്കുമ്പോ അയ്യോ ഇന്ന് വിവാദമാകും മിക്കവാറും. ഇത് പെരേര, നമ്മുടെ ആറപ്പുന്നന്റെ ഇതൊരു ആർട്ടിസ്റ്റാണോ പുള്ളി. ഒന്ന് കാണിച്ചു തരാം, പൈസ കാണിച്ചത്. ഇപ്പൊ നമ്മുടെ ഈ പടത്തിലുള്ള അഭിനയിക്കുന്ന പേരെന്ന് പറഞ്ഞത് വീട് കോഴിക്കോട്. പെരേര ആറാടുകയാണ്. അപ്പൊ ചേച്ചി കോമഡി ആർട്ടിസ്റ്റ് മാത്രമല്ല സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്. കനൽപ്പൂ നല്ലൊരു ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ വിശേഷം എന്ന് പറയാമോ? നല്ല വിശേഷമാണ്. അമ്പിളിദേവി, ചിലങ്ക, മാൻവി അവരൊക്കെയാണ്. ദാവീദ് ഉണ്ട്. പിന്നെ കുറെ വരാൻ പറ്റും. തിരുവനന്തപുരമാണ് വിമല. ഇത് കോമഡി ആർട്ടിസ്റ്റ്. ഇത് നിഷ പ്രൊഡ്യൂസറാണ്. ഒരുപാട് കാണുന്ന ആഗ്രഹിച്ചതെന്ന് കാണാൻ പറ്റില്ലേ? അപ്പൊ കൂടി നിനക്ക് വിചാരിച്ചോളുക. അല്ല കോമഡിയുടെ ട്രെൻഡിങ്ങിന് മാറിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് പകരം വേറെ ആരെങ്കിലൊക്കെ വരെ. അപ്പൊ ഇപ്പൊ ഇല്ല, ആ കാര്യത്തിൽ കാരണം എന്താ ചേട്ടാ, നമ്മൾ പൊക്കി പറയാന്ന് വിചാരിക്കരുത്. ഇങ്ങേര് വേറെ ലെവലാണ് അല്ലേ? ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അത്ര ഭംഗിയായിട്ട്. അതുകൊണ്ട് എവിടെ നിൽക്കുന്നു? വൈറ്റിലെ തന്നെ നിൽക്കുന്നു. വേറെ ചേച്ചി ഒരു അവിടെ ഇപ്പൊ സ്വന്തം വീട് എവിടെയായിട്ട്? ചോറ്റാനിക്കര ഭാഗത്ത്. തൊണ്ടുവഴി ചേച്ചി എത്ര വർഷമായി? 14 വർഷമായി. കാണുമ്പോ തൊട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് അല്ലേ? സൗന്ദര്യം സത്യം. അതിന് കൂടാനും കുറയാനും എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ സൗന്ദര്യം അല്ലേ? ഒരു ഭാഗ്യം കിട്ടി. ഒരുപാട് സ്കിറ്റുകളിലൊന്നും കൂടാനുള്ള ഒരു ഭാഗ്യം ദൈവാനുഗ്രഹം കിട്ടി. അത് വലിയൊരു ഭാഗ്യം. എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ പെട്ടെന്ന് വന്നിങ്ങനെ എടുത്തപ്പോ എന്ത് പറയണോന്ന് അറിയണില്ല. മലയാളം കുട്ടി പറഞ്ഞേ. അല്ല അത് മാത്രമേ അറിയണം. അതുകൊണ്ടാ മാറാത്ത. പിന്നെ ഉമർലുലിന്റെ പുതിയ പടത്തില് വേഷം ചെയ്തു. ഞാനിപ്പോ നായകനായിട്ട് കോളനി എന്നൊരു സിനിമ ചെയ്തു. സന്തോഷ് സാറിന്റെ സന്തോഷ് പണ്ഡിറ്റ് സാറിന്റെ എന്ന് സ്വന്തം പുണ്യാളം ചെയ്തു. അനശ്വരരാജനുണ്ട്. പിന്നെ നമ്മുടെ അശോകൻ ചേട്ടന്റെ മോനുണ്ട്. അർജുന അശോകനുണ്ട്. ചേച്ചി നേരത്തെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല? ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഇങ്ങനെ അച്ചാറ് പോലെ. അത് ഈയിടെ ഒരു പടത്തിൽ കണ്ടുപോലെ. അതിപ്പോ പിന്നെ കമൽ സാറിന്റെ പടം. അല്ല അതിലില്ല. വിവേകാനന്ദ ഇനിയും ചേച്ചി സിനിമയിൽ വരും. ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പം പറയാണ്, ചേച്ചി ഒരു സംസ്ഥാന അവാർഡ് എന്താണെങ്കിലും മേടിച്ചിരിക്കും. ഉറപ്പാ അല്ലേ ആട്ടെ? ഞാൻ പറഞ്ഞ ചേട്ടാ ഉറപ്പായിട്ടും കിട്ടും. തീർച്ചയായിട്ടും കിട്ടും. ഒരു സംസ്ഥാന അവാർഡ്. ഈ ജോഡി കുഞ്ചാക്കനെ പോലുള്ള മനുഷ്യരൊന്നും ആള് ചുള്ളന കണ്ടോ? മീശയൊക്കെ അടിച്ച് കുട്ടപ്പനായി. നമ്മൾ എടുത്തല്ലോ. ഇനി ഈ ജോഡിയോട് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ അണ്ണൻ നിൽക്കില്ല. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഞങ്ങള് ആങ്കറിങ് ചെയ്യുന്നുണ്ട്. പല നടീനടന്മാർ ആങ്കർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ ഭാഗമായിട്ട് ഞങ്ങളിവിടെ എത്തി. ആ സമയത്ത് വന്നപ്പോ എല്ലാരും കേരളത്തിൽ വിവാദം സൃഷ്ടിച്ചാലേ. അപ്പൊ അങ്ങനെ അതില് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭാഗ്യം. ഞങ്ങൾക്ക് സന്തോഷം. ഓക്കെ താങ്ക് യു.